ചായ ചായ അവിടെ വെക്ക്. പിന്നെ ഇങ്ങനെ കാല് വെച്ചാ ഞാൻ അവിടെ വെക്കും. കാല് മാറ്റി. കാലാണ് എടുത്ത് കൊറേ നേരമായല്ലോ ചായ പോലും കുടിക്കാൻ സമയമില്ലാതെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു മെയിൽ അയച്ചോണ്ടിരിക്കുക. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്കറിയാൻ പാടില്ലല്ലോ. എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമല്ലോ. ദൈവം തമ്പുരാന്നറിയാം എന്താ ചെയ്യണേന്ന്. നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു സമാധാനം. ഈ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ജിമെയിൽ. ഇത് ഞാനിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുകയോ ഫോണിൽ മിണ്ടുകയോ ചെയ്താലേ നീ കാര്യം എന്താണെന്ന് അറിയത്തില്ലേ? അപ്പൊ എൻ്റെ കാമുകിമാർക്ക് എനിക്ക് രഹസ്യമായിട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ജിമെയിൽ. എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഗൂഗിള് ശരിയാക്കി തന്നൊരു സാധനമാണ് ജിമെയിൽ. ശരിക്കും അതാണോ ജിമെയില്? ആണോ? ഒരൊറ്റ എണ്ണം തന്നാണല്ലോ കഴുതേ. ഞാനാ കഴുതയാ? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ കഴുത നീയാണ്. ദേഹത്തെങ്ങാനും തൊട്ടാൽ ഇടി പൊട്ടി. ജിമെയിലെ മെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതിന് തെളിവുണ്ടാകും. നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ദിസ് ഈസ് എ ഡിജിറ്റൽ ഡോക്യുമെന്റ്. മനസ്സിലായ? കഷ്ടമാണ്. 2024 ഒരു പെൺകുട്ടി പറയുകയാണ് ജിമെയിൽ. നാട്ടുകാർ കേട്ടാണ്ടല്ലോ മൂക്കത്തെ വിരൽ വെക്കും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലയിലോട്ട് കയറ്റി വെച്ചിട്ട് ഉള്ള ബുദ്ധി കളയാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. അത് വാസ്തവം. എന്ത് വാസ്തവം? നീ ഈ പറഞ്ഞത് വാസ്തവം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ അറിയേയില്ല, പഠിക്കുകയില്ല. ആവശ്യമുള്ളതും അങ്ങനെയാണ്. അത് ഇച്ചായൻ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. സമ്മതിച്ചു. എനിക്ക് നല്ല വൃത്തിയായിട്ട് പാചകം ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് ഇച്ചായൻ 3 നേരവും വെട്ടി ഉരുട്ടി തിന്നിട്ട് ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് നന്നായിട്ട് തുണി അലക്കാനും അറിയാം, തേക്കാനും അറിയാം. ഞാൻ അങ്ങനെ ചെയ്തു തരുന്നതുകൊണ്ടാ ഇച്ചായൻ ഇതുപോലെ ഇങ്ങനെ ഇട്ടോണ്ട് മീനിങ് കുട്ടപ്പനായിട്ട് ഇതുവഴി നടക്കുന്നത്. നിനക്ക് ഡോക്ടറേറ്റ് കിട്ടിയ സബ്ജക്റ്റ് ഒന്നും നീ പറഞ്ഞില്ലല്ലോ. അതെന്തുവാ? അസൂയ, കുശുമ്പ്, ഉന്നായ്മ, കുത്തിത്തിരിപ്പ്. ഓളൊന്നുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ജിമെയിൽ ഇതൊക്കെ പഠിച്ചാ വലിയ ആളാകുമെന്ന് അയച്ചാന്റെ ധാരണ. ഇതൊക്കെ ആലീസിന് വെറും പുല്ല് പുല്ല്. പിന്നെ പുല്ല് പഠിക്ക്. നീ പോടാ ജോർജ് കുട്ടി. हेलो, हाँ बोलिए जी. हाँ, क्या क्या है आपके पास? ओ बहुत मस्त होगा. हाँ जी हाँ, मैं तो ज़रूर आऊँगा. हाँ लोग भी आएगा. अच्छा, कहाँ से है? अच्छा अच्छा अच्छा, ठीक है. एक बात कर, उसका डिटेल्स मुझे चाहिए. सर देखने दो. हाँ फिर बात करेगा जरूर. ठीक है ठीक है ठीक है, फिर बात करेगा. क्यों ना ये लग रहे हैं ये धरती गगन, मैंने पूछा तो बोली ये पगली पवन, प्यार हुआ. ഈ ചായ എടുത്ത് കുടിച്ചാ? നിനക്ക് വേണേ വേറെ ഇട്ട് കുടിച്ചുകൂടായിരുന്നടി? ഇല്ല. എന്നാ കുടിച്ചോ? ആരോടായിരുന്നു ഹിന്ദിയില് സംസാരം? ആര് പറഞ്ഞു? ഞാൻ കേട്ടു. ഞാൻ പതുക്കെയാണല്ലോ സംസാരിച്ച, നീ എങ്ങനെ കേട്ടെ? അവിടെ നിന്നാ കേൾക്കാറുന്നല്ലോ. അപ്പൊ അവിടെ വന്ന് ഒളിഞ്ഞെന്ന് കേട്ടല്ലേ? ഒളിഞ്ഞു എന്ന് കേട്ടു. നീ ഒളിച്ചു വന്ന് കേൾക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു രഹസ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഏത് ഭാഷ ഉപയോഗിക്കണമെന്ന്. കാര്യം സ്ഥിരമായിട്ട് നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്ന് കേൾക്കും. ഞാൻ ഫോണിൽ സംസാരിച്ചാലോ നേരിട്ട് സംസാരിച്ചാലോ അപ്പോൾ എത്തും. ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് ഇച്ചിരി അറിയാം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കത്തിയത് യുറേക്ക, ഹിന്ദി.
ഹിന്ദി ആകുമ്പോൾ ഹിന്ദിയുടെ ABCD നിനക്കറിയത്തില്ലല്ലോ. ഇനി എൻ്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. എന്ത് രഹസ്യം? രഹസ്യം രഹസ്യമല്ലേ പ്രിയതമേ, അത് നിന്നോട് പറയാൻ പാടുണ്ടോ? ഓ, നിനക്ക് ഹിന്ദി അറിയായിരുന്നെങ്കിൽ എൻ്റെ ഊപ്പാട് വന്നു പോയ. പിന്നെ തെലുങ്കോ കന്നഡയോ ഉറുദു ഒക്കെ പഠിക്കേണ്ടി വന്നേനെ. ഓ, ഇച്ചാൻ ഈ പറയുന്നതൊക്കെ വലിയ കോമഡിയാണെന്നാണ് ഇച്ചാന്റെ വിചാരം. ഞാൻ കോമഡിയല്ല പറഞ്ഞത്, യാഥാർത്ഥ്യം. അത്യാവശ്യം ഹിന്ദിയൊക്കെ ഈ ആലീസിന് അറിയാം. എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. അത്യാവശ്യം ഹിന്ദി ഇയാളൊന്ന് പറഞ്ഞ കേക്കട്ടെ. തുമ്ഹാര നാം ക്യാ ഹെ? മേരാ നാം ആലിസ് ഹെ. ഹേ അല്ല, ഹും. ഞാൻ കർത്താവായിട്ട് വരുമ്പം ഹുമ്മാണ് ചേർക്കേണ്ടത്. ആലീസ് കുട്ടി, നമുക്കൊരു കാര്യം ചെയ്താലോ, ഹിന്ദി പഠിച്ചാലോ? അയ്യോ വേണ്ടായേ. അതെന്നാ വേണ്ടാത്ത? എനിക്കറിയാവുന്ന ഭാഷ തന്നെ മതി. ഇച്ചായന് 3 നേരം വെച്ച് വിളമ്പി തരാനും അത്യാവശ്യം സംസാരിക്കാനും മലയാളം തന്നെ നല്ലത്. പറ്റത്തില്ലേ അത് പറയടി. അതാരാന്നൊന്ന് പോയി നോക്കി. അയ്യോ ചെന്ന് നോക്ക്. എനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ. വരുന്നവര് ഹിന്ദിക്കാരാണെങ്കിലും ഞാൻ തെണ്ടിപ്പോവും. ചെല്ല്. मेरा बीवी बहुत सुंदर है, क्या माल है तू? മാല എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇത് തന്നെ ഈ മാല. നമസ്കാരം സാറേ. എന്തുവാ പവിത്ര, ഇന്നലെ വരൂന്ന് പറഞ്ഞല്ലേ? ഇന്നലെ മൊത്തം ഞാൻ കാത്തിരുന്നു. വാക്കു വ്യത്യാസം കാണിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കാത്ത. എന്താ വരാത്തെ? എൻ്റെ ഡോക്ടറെ രാവിലെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് ടെൻഷൻ കാരണം ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയില്ല. അതാ പറ്റിപ്പോയത്. പവിത്രന് ടെൻഷനാ? ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ടെൻഷനില്ലാത്ത ആള് പവിത്രനാ. പിന്നെ പവിത്ര ബാറ്ററിയിൽ ഓടുമല്ലോ, ടെൻഷനൊന്നുമില്ലല്ലോ. എൻ്റെ ആലീസ ഈ ലോകത്ത് ഒരുപാട് ടെൻഷനുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ ഇതൊന്നും അങ്ങനെ പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തന്നെ വേണ്ടത്. നമ്മുടെ ടെൻഷൻ എന്തിനാ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തുകൊണ്ട് വെക്കുന്നത്? നമ്മുടെ മനസ്സിൽ വെച്ച് അത് സോൾവ് ചെയ്യുക. ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്നാ ടെൻഷനോ? ടെൻഷനാ, ഫയൽ എടുത്തിട്ട് വരാം. ചായ എടുക്കട്ടെ? എൻ്റെ ആലീസ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലാണ്. കാശിന്റെ വല്ല ടെൻഷനും ആണോ? കാശിന്റെ ടെൻഷനാണോ കുഴപ്പമില്ല. നോക്കാം, ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും കട്ടിട്ടാണെങ്കിലും നമുക്ക് കാശുണ്ടാക്കാം. അതല്ലെന്നാ. ഇതിപ്പോ എന്താന്ന്? കുറച്ച് ദിവസമായിട്ട് അമ്മച്ചിക്ക് സുമിത്രനെ ഭയങ്കര സംശയം. എന്ത് സംശയം? ആലീസിന് ഈ കോഡ് ഭാഷയെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? കോഡ് ഭാഷയാ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി പറയുന്നത് ഈ രഹസ്യബന്ധമുള്ളവര് ആണായാലും ശരി പെണ്ണായാലും ശരി അവര് തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഈ കോഡ് ഭാഷ ഉപയോഗിക്കുന്ന പറയുന്നത്. നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലാവും. എന്നുവെച്ചാ? അതായത് അമ്മച്ചിക്ക് 2 ദിവസമായി സംശയം തുടങ്ങിയിട്ട്. അമ്മച്ചി പറയുന്നത് കേട്ടപ്പം എനിക്കും ചെറിയ സംശയമൊക്കെ തോന്നി. എന്നാണേലും ഈ സുമിത്ര വേറെ ആരോ ആയിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇത് അവർക്ക് തമ്മിൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്കും അമ്മച്ചിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? അവർക്ക് തമ്മിൽ മനസ്സിലാകാനുള്ളതാണ് ഈ കോഡ് ഭാഷ. ശരിയല്ലേ? സുമിത്ര അങ്ങനെയൊക്കെ ചെയ്യോ? സുമിത്ര അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിച്ചാൽ അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്കും ചെറിയ സംശയമൊക്കെ തോന്നി. അല്ല, ആലീസിന് ഈ കോഡ് ഭാഷയൊക്കെ അറിയോ? എന്റെ പൊന്നു പവിത്ര, ഞാൻ നല്ല മാനവും മര്യാദയായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്ക് ഓരോ ഒളിവും അറിവിന്റെ ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതേത് കൊമ്പന്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും ഞാൻ പറയും. അതിനൊരു കോഡിന്റെ ആവശ്യമില്ല. ഓ, ഞാൻ ശരിറാണി അതുകൊണ്ട് കൊടുത്തേക്കണേ, മറക്കരുതേ. എന്നാ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ടിറങ്ങട്ടെ. പവിത്രനെ പോലെ ഒരാളുള്ളത് നമ്മുടെ ഒരു സഹായം തന്നെ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനെല്ലാം ഞാൻ കിടന്ന് ഓടേണ്ടി വന്നേനെ. മാല കടിച്ച് തീർന്നാ? എനിക്കത് നേരത്തെ പോണം. നീ ആഹാരം എടുത്ത് വെക്കും. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു രഹസ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഏത് ഭാഷ ഉപയോഗിക്കണമെന്ന്. ഇനി എൻ്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. അനുരാധയ്ക്ക് ഹിന്ദി അറിയോ? ഏത് അനുരാധ? എത്ര അനുരാധമാരെ ഇച്ചാൻ അറിയാം? ഹോസ്പിറ്റലിൽ അനുരാധയ്ക്ക് ഹിന്ദി അറിയാവോന്ന്? എനിക്കറിയില്ല. സദാശിവൻ ചേട്ടൻ എന്തായാലും ഹിന്ദി അറിയാൻ വഴിയില്ല. അപ്പൊ പിന്നെ ആരോടാ വെച്ചാൽ ഹിന്ദി സംസാരിച്ചത്? ഈ ലോകത്ത് എനിക്ക് പരിചയമുള്ള ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വേറെ ആരൊക്കെ വരുന്നുണ്ട്? അവരാരെങ്കിലും ആയിക്കൂടെ? ഹോസ്പിറ്റലിൽ വരുന്ന പശുവും പട്ടിയും പൂച്ചയൊക്കെ ഹിന്ദിയാണോ സംസാരിക്കുന്നത്? എന്റെ പൊന്നുമോളെ, ഈ ഇന്ത്യയിൽ 70 കോടിയോളം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നു. അവരാരെങ്കിലും ആണെങ്കിലോ?
അവർക്കാർക്കും ഇച്ചായനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഇച്ചായ, ഞാനൊരു മണ്ടിയാണെന്ന് ഇച്ചായൻ കരുതരുത്. എനിക്ക് മനസ്സിലാവാതിരിക്കാനാണ് ഇച്ചായൻ ഹിന്ദിയിൽ സംസാരിക്കുന്നതെന്ന് തമാശയാക്കി ഇച്ചായൻ പറഞ്ഞു. പക്ഷെ അത് സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇരിയുന്ന ഇച്ചായൻ ആരോടാ ഹിന്ദിയിൽ സംസാരിച്ചതെന്ന് എനിക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ എടി, ഞാൻ ഇവിടെ ഒരു അത്യാവശ്യപ്പെട്ട ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. നീ നിന്റെ ജോലി നോക്കി പോയെ. എന്റെ പോ. ഇച്ചായ, എന്താ കടവിറക്കിയാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ആണോ? വലിയ ബുദ്ധിമാനാണെന്നൊന്നും കരുതണ്ട. ഈ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ ആലിസിനുണ്ട്. കൊണ്ടാ പറയില്ല കേട്ടോ. ഓഫീസിൽ പോകാൻ സമയമായി. എടി, ഒരു ചായ കൂടെ കിട്ടൂ. ജി ബോലിയേ. ആ ഹിന്ദിക്കാരിയാണോ? ഇങ്ങനെ സംസാരിക്കണ്ട. എന്നാണിത്? എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഇച്ചായൻ ഇനി സംസാരിക്കാൻ നിക്കണ്ട. ഞാൻ ഫോണിൽ തന്നെ തരത്തില്ല ഇച്ചായ. കളിക്കരുത്, ഫോണ്ടാ. ഇച്ചായ, എനിക്കറിയാൻ പാടാത്ത ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യം എന്തുവാ? തമാശ കളിച്ച് കളിച്ച് അതിന്റെ ഇടയിൽ കൂടെ പഞ്ചാര അടിക്കാൻ നോക്കുക. പഞ്ചാര അടിയോ? ഇതിവിടെ നടക്കത്തില്ല ഇച്ചായ. എടിയാ ഫോണ്ടാ. ഇല്ല ഇല്ല, തരത്തില്ല. ഞാൻ വെച്ചേ തരാന്നറിയാവോ? ഹിന്ദിക്കാരനായ ധ്യാൻചന്ദ് ശ്രീവാസ്തവ്. ആര്? സർക്കസ് കമ്പനിയുടെ ഉടമയാണ്. നമ്മുടെ നാട്ടിൽ സർക്കസ് വരുന്നുണ്ട്. അപ്പൊ കുറെ മൃഗങ്ങളുമായിട്ടാ വരുന്നത്. അപ്പൊ മൃഗങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് വെറ്റിനറി ഡോക്ടറാ. അതിനു വേണ്ടിയാ ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അവര് ഹിന്ദിക്കാരായതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാ മലയാളത്തിൽ സംസാരിക്കാത്ത. എന്നിട്ട് പിന്നെ എന്താ നേരത്തെ പറയാഞ്ഞത്? നേരത്തെ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. നീ ഫോണിൽ അതെ പിന്നെ വിളിക്കുന്നു. എട്. ഹലോ ബോലി ജി, एक सेकंड. നീ ഒന്ന് സംസാരിക്കുക അവരോട്. ഞാൻ ഏത് ഭാഷയിൽ സംസാരിക്കാൻ? ഒന്ന് പോയിച്ചായ അവിടെ നിന്ന്. നീ എന്തെങ്കിലും സംസാരിക്കും. എനിക്കറിയാൻ പാടാത്ത ഭാഷയിൽ ഞാൻ എന്ത് സംസാരിക്കാൻ? നിന്നെ കൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. हेलो जी, मेरा सुपीरियर मैम साहब यहाँ है. मैं फोन दूंगा, सर आप बात करिए. हेलो मैडम जी, नमस्कार. कैसे हैं आप? नमस्कार. तुम्हारा नाम क्या है? मेरा नाम ध्यानचंद श्रीवास्तव है मैडम. मेरा नाम आलिस है. हम मैं तो मेरे को एक सर्कस कंपनी है. मैं पटना से आया हूं. मैं सबको फोन दे. हमको 4 हाथी है और 2 घोड़ा है. आजी और बकरी का सर्टिफिकेट तो मिल गया, लेकिन हाथी का मिलना चाहिए. മലയാളം സംസാരിക്കെങ്കിൽ സംസാരിച്ചാ മതി. കുറെ സമയമായി ആജി ഹൂജി എന്ന് പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞില്ലേ എനിക്കറിയത്തില്ലെന്ന്. അയാൾ ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊന്നും വരുമെന്ന് തോന്നില്ല. അയാൾക്ക് പട്ടികളെ മാറിയായിരിക്കും. കുത്തേന്ന് പറയാം. വിളി ഒന്നും കൂടെ വിളിക്കും.